പാർവതി സമേതനായ ശിവഭഗവാന്റെ ദിവസമാണ് തിങ്കളാഴ്ച. അന്നത്തെ ദിവസം തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ്. അപ്പോൾ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അവരുടെ ഭക്ഷണ രീതി എങ്ങനെയായിരിക്കണം, അവരുടെ നാമജപാദികൾ എങ്ങനെയായിരിക്കണം, എന്തെല്ലാം മന്ത്രങ്ങളാണ് അന്നത്തെ ദിവസം ഉരുവിടേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. മാത്രമല്ല, ഒരു വ്യക്തി തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുമ്പോൾ വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങുന്നത് മുതൽ അത് അവസാനിക്കുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച വ്രതം എന്ന് കേൾക്കുമ്പോഴോ ഏറ്റവും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? നല്ല വിവാഹ ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വ്രതം എന്നാണ് അല്ലേ? അപ്പോൾ അങ്ങനെ തന്നെയാണ്, നല്ല ഭർത്താവിനെ കിട്ടാനായിട്ടും നല്ല വിവാഹ ജീവിതം ലഭിക്കാനായിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്ത് സന്തോഷം നിലനിൽക്കാനായിട്ട്, നമ്മുടെ കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വ്രതം അനുഷ്ഠിക്കാം. മാത്രമല്ല, ചന്ദ്രദോഷമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആ ദോഷമൊക്കെ മാറ്റിയെടുക്കാനും നമുക്ക് ഈ ഒരു തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അതേപോലെ തന്നെ വൈദവ്യദോഷമുള്ള ആളുകളാണെങ്കിൽ, അതേപോലെ നമുക്ക് മോക്ഷം ലഭിക്കാനായിട്ട്, നമ്മുടെ ദാമ്പത്യത്തിൽ എന്ത് പ്രശ്നമുണ്ടോ അതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് ഒക്കെ നമുക്ക് ഈ ഒരു തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. നമ്മുടെ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കാനായിട്ട്, സമ്പത്ത് നിലനിൽക്കാനായിട്ട്, തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാവാനായിട്ടും ഒക്കെ നമുക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം അത്യാവശ്യമാണ്. അപ്പോൾ ഈ ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് സാധ്യമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഒരു വ്രതം തുടങ്ങേണ്ടത് എന്ന് നമുക്ക് ആദ്യമായിട്ട് തന്നെ പറയാം. ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം, ഈ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ശിവഭഗവാനെ മാത്രം ഭജിച്ചാൽ പോരാ, അന്ന് നമുക്ക് പാർവതി ദേവിയെയും ഭജിക്കേണ്ടതായിട്ടുണ്ട്. ശിവഭഗവാന്റെ അർത്ഥപകുതി ശ്രീ പാർവതി ദേവി ആയതിനാൽ തിങ്കളാഴ്ച ദിവസം ശിവപാർവതി മന്ത്രങ്ങൾ ചേർത്ത് വേണം നമ്മൾ അന്നത്തെ ദിവസം ശിവഭഗവാനെ ഭജിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത് തിങ്കളാഴ്ച ദിവസമാണ് എടുക്കണമെന്ന് അറിയാലോ. തിങ്കളാഴ്ച വ്രതം തിങ്കളാഴ്ച ദിവസമാണ് എടുക്കുന്നത്. നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം ഈ ഒരു വ്രതം അനുഷ്ഠിക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തിങ്കളാഴ്ച, നമുക്ക് പറ്റുന്ന തിങ്കളാഴ്ച നമ്മൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് അന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു വ്രതം അനുഷ്ഠിക്കുക. വീണ്ടും അടുത്ത മാസം അതേ തിങ്കളാഴ്ച വരുമ്പോൾ നമ്മൾ ഈ ഒരു വ്രതം അനുഷ്ഠിക്കുക. അങ്ങനെ എല്ലാ മാസത്തിലെയും ഒരു തിങ്കളാഴ്ച നമ്മൾ ഈ ഒരു വ്രതം അനുഷ്ഠിച്ച് പോവുക. അതല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റിയ എല്ലാ തിങ്കളാഴ്ചയും ഈ ഒരു വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആർത്തവ സമയത്ത് ഈ ഒരു വ്രതം അനുഷ്ഠിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പുല, വാലായ്മ അങ്ങനെയൊക്കെയുള്ള സമയത്തും ഈ ഒരു വ്രതം അനുഷ്ഠിക്കാൻ പാടില്ല. ബാക്കി എല്ലാ തിങ്കളാഴ്ചകളിലും നമുക്ക് ഈ ഒരു വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഇനി വ്രതം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഞായറാഴ്ച, അതായത് തിങ്കളാഴ്ച നമ്മൾ വ്രതം എടുക്കുന്നു, അതിൻ്റെ തലേ ദിവസം ഞായറാഴ്ച മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല. അന്ന് നമ്മൾ മത്സ്യമാംസാദികളൊന്നും കൂട്ടാതെ ഞായറാഴ്ച രാത്രിയിൽ അരിയാഹാരം കൂടെ കഴിക്കാതെ ഇരിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. അന്നത്തെ ദിവസം നമുക്ക് ഗോതമ്പ് കഞ്ഞിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴവർഗ്ഗങ്ങളോ ഒക്കെ കഴിച്ച അന്നത്തെ ആ രാത്രി, അതായത് ഞായറാഴ്ച രാത്രി നമ്മൾ കഴിയുകയാണെങ്കിൽ അത് ശ്രേഷ്ഠമാണ്. ശേഷം നമ്മൾ തിങ്കളാഴ്ച രാവിലെ നമ്മൾ സൂര്യോദയത്തിന് മുമ്പായിട്ട് ഉണരണം. ഇപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ ഉണരുന്ന ആൾക്കാരാണെങ്കിൽ നേരത്തെ തന്നെ ഉണരുക. ഇനി അങ്ങനെ ഒരു ശീലമില്ലാത്തവരാണെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ വെളുപ്പിനെ തന്നെ ഉണരാൻ വേണ്ടിയിട്ട് നോക്കുക. ശേഷം നമ്മൾ ശരീരശുദ്ധിയൊക്കെ വരുത്തി നമ്മൾ അന്നത്തെ ദിവസം നിലവിളക്ക് തെളിയിച്ച് ശിവഭഗവാന്റെ ധാരാളം നാമങ്ങൾ ജപിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ അന്നത്തെ ദിവസം നമ്മൾ നിലവിളക്ക് തെളിയിച്ച് കഴിയുമ്പോൾ ഭസ്മവും കുങ്കുമവും കൂടെ ചേർത്ത് നമ്മുടെ നെറ്റിയിൽ ഇടുകയാണെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ ശിവപ്രീതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെറ്റിയിൽ അന്നത്തെ ദിവസം ഭസ്മവും കുങ്കുമവും ഒരുമിച്ച് ഇടുക എന്നുള്ളത്. തുടർന്ന് നമുക്ക് അന്നത്തെ ദിവസം ഭഗവാന്റെ മൂലമന്ത്രമായ നമശിവായ 108 തവണ ജപിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് രാവിലെയും വൈകുന്നേര സമയങ്ങളിലും ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമശിവായ എന്ന മന്ത്രം ജപിക്കുക എന്നുള്ളത്. അതല്ലാതെ തന്നെ നമുക്ക് അന്നത്തെ ദിവസം നമശിവായ നമശിവായ എന്നുള്ള ആ ഒരു പഞ്ചാക്ഷരി മന്ത്രം നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുന്നതും ശ്രേഷ്ഠമാണ്. അതുമാത്രമല്ല, ശ്രീ പാർവതി ദേവിയുടെ മൂലമന്ത്രമായ ഓം ക്രീം ഉമായേ നമ എന്നുള്ള ആ ഒരു മന്ത്രവും ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം മൊത്തം ശിവപാർവതി സ്മരണയിൽ കഴിച്ചുകൂട്ടണം എന്നാണ് പറയുന്നത്.
അതല്ലാതെ നമുക്ക് മറ്റ് അന്നത്തെ ദിവസം ജപിക്കേണ്ട നാമങ്ങൾ ശിവസഹസ്രനാമം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ലളിതാ സഹസ്രനാമം അന്നത്തെ ദിവസം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതേപോലെ തന്നെ ഉമാമഹേശ്വര സ്തോത്രം അന്നത്തെ ദിവസം തീർച്ചയായിട്ടും നിങ്ങൾ ജപിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ അന്നത്തെ ദിവസം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് രാവിലെ ശിവക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ അന്നത്തെ ദിവസം കൊണ്ടുപോകേണ്ടത് പാർവതി ദേവിക്ക് വെളുത്ത പുഷ്പങ്ങളാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ വെളുത്ത പുഷ്പങ്ങൾ അന്നത്തെ ദിവസം അത് നമ്മൾ ശുദ്ധിയോടുകൂടി പറിച്ച് പാർവതി ദേവിക്ക് സമർപ്പിക്കുക. അതല്ലാന്നാണെങ്കിൽ നമുക്ക് അവിടെ ക്ഷേത്രത്തിലൊക്കെ കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അത് മാത്രമല്ല, നമ്മൾ മഹാദേവനും കൂടി അന്നത്തെ ദിവസം കൂവളത്തിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പാർവതി ദേവിക്ക് വെളുത്ത പുഷ്പങ്ങളും പരമശിവന് നമ്മൾ കൂവളത്തിലെയും സമർപ്പിക്കുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരും. കൂവളത്തിൽ നമ്മൾ ആ വ്രതവും കൂടി എടുക്കുകയാണ്. അപ്പോൾ വളരെ ശ്രേഷ്ഠതയാണ് അതിനൊക്കെ നമ്മൾ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അന്നത്തെ ദിവസം നമുക്ക് ഒരിക്കലൂണ് ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലൂണ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഉച്ച സമയത്ത് മാത്രം നമ്മൾ അരിയാഹാരം കഴിക്കുക. അപ്പോൾ ചിലവർ രാത്രിയിൽ കഴിക്കുന്നുണ്ട്, പക്ഷെ ഉച്ച സമയത്ത് അരിയാഹാരം കഴിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ശ്രേഷ്ഠത. കാരണം എന്ന് പറയുന്നത്, നമ്മൾ ശിവക്ഷേത്രത്തിലൊക്കെ പോയിട്ട് അന്നത്തെ ദിവസം അവിടുന്ന് നേത്യച്ചോറ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കഴിക്കാൻ പറ്റുന്ന ആളുകൾ ആ ഒരു നേത്യച്ചോറ് അന്നത്തെ ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വേറെ അരിയാഹാരമൊന്നും ആ തിങ്കളാഴ്ച ദിവസം കഴിക്കേണ്ടതായിട്ടില്ല. ഇനി അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമുക്ക് ആ നേത്യച്ചോറ് നമുക്ക് കഴിക്കാൻ സാഹചര്യം ഉണ്ടായില്ല എന്നാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഉച്ച സമയത്ത് നമ്മൾ അന്നത്തെ ദിവസം അരിയാഹാരം കഴിക്കേണ്ടതാണ്. അപ്പോൾ ബാക്കി സമയങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും പഴങ്ങളോ അതല്ലാതെ അരിയാഹാരമല്ലാത്ത എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിച്ച് നമ്മൾ വിശപ്പ് മാറ്റേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഒരിക്കലൂണിനൊക്കെ ശേഷം നമുക്ക് വൈകുന്നേരം വീണ്ടും നമ്മൾ വിളക്ക് തെളിയിച്ചതിന് ശേഷം നമുക്ക് നമശിവായ 108 തവണ ജപിക്കാം. മറ്റ് നാമജപാദികൾ ജപിക്കാം. ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയൊക്കെ നാമജപാദികൾ അന്നത്തെ ദിവസം കൂടുതലായിട്ട് നടത്താം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും സന്ധ്യാസമയങ്ങളിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അന്നത്തെ ദിവസം ശിവപുരാണവും ദേവി മഹാത്മ്യവും ഒക്കെ നമ്മൾ പാരായണം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ നോക്കുക. ഇനി നമ്മൾ ഈ തിങ്കളാഴ്ച ദിവസം വ്രതം എടുക്കുമ്പോൾ ക്ഷേത്ര ദർശനം നടത്തണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നടത്തേണ്ട വഴിപാടുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് നടത്തണം എന്നൊന്നുമില്ല. അന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും വഴിപാടുകൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ കുറച്ച് ശ്രേഷ്ഠതയുള്ളതാണ്. അതായത് ഉമാമഹേശ്വര പൂജ അന്നത്തെ ദിവസം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ നിങ്ങൾ വിവാഹം നടക്കാനുള്ള ആളുകളാണ്, നല്ല ഭർത്താവിനെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അന്നത്തെ ദിവസം സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് കേട്ടോ. അപ്പോൾ ആ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ആ ഒരു പുഷ്പാഞ്ജലി നടത്തുമ്പോൾ അതിൻ്റെ ആ ഒരു ഫലം ഇരട്ടിക്കും, അല്ലെങ്കിൽ ഇരട്ടിക്ക് മേളിലാകും. പെട്ടെന്ന് ആ ഒരു വിവാഹമൊക്കെ നടക്കാനും നല്ല ബന്ധം നമ്മളിലേക്ക് വന്നു ചേരാനൊക്കെ അത് സഹായിക്കും. അതേപോലെ അന്നത്തെ ദിവസം നമ്മൾ ജലധാര സമർപ്പണം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ഈ ഒരു വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് തിങ്കളാഴ്ച ദിവസം നടത്തുകയാണെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് അന്നത്തെ ദിവസം പിൻവിളക്ക് വഴിപാട് നടത്തുന്നത് വളരെ നല്ലതാണ്. കൂവിളത്തില മാല, അപ്പോൾ കൂവിളത്തിൻ്റെ ഇല സമർപ്പിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ അത് നമ്മൾ ആ ഇല സമർപ്പിക്കാനില്ല എങ്കിൽ നമുക്ക് കൂവിളത്തില മാല നമുക്ക് ആ ഒരു ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ഈ ഒരു വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു ചൊവ്വാഴ്ച നമ്മൾ വ്രതം അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അന്നത്തെ ദിവസം നമ്മൾ കുളിച്ച് വൃത്തിയായി ക്ഷേത്ര ദർശനം നടത്തി അവിടെ നിന്നുള്ള ആ ഒരു തീർത്ഥം സ്വീകരിച്ച് നമുക്ക് ഈ ഒരു വ്രതം അവസാനിപ്പിക്കാം. ഇനി അന്നേ ദിവസം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് വീട്ടിൽ ഈ ഒരു വ്രതം അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ നിലവിളക്കൊക്കെ തെളിയിച്ചു വെക്കുമ്പോൾ നമ്മൾ കിണ്ടിയിൽ വെള്ളം വെക്കുമല്ലോ, തുളസിയിലേക്കിട്ട് കിണ്ടിയിൽ വെള്ളം വെക്കും, അല്ലെങ്കിൽ നമ്മളൊരു ഗ്ലാസ്സിൽ തുളസിയിലേക്കിട്ട് വെള്ളം വെക്കും. ആ തുളസിയില ഇട്ട് വെച്ച് ആ ഒരു തീർത്ഥം സേവിച്ച് നമുക്ക് ആ ഒരു വ്രതം മുറിക്കാവുന്നതാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമെങ്കിൽ പോവുക, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അത് നമുക്ക് അപ്പോഴത്തെ ആ ഒരു സൗകര്യം അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കേണ്ടത്. പറ്റുന്ന ആളുകളെല്ലാം നിങ്ങളുടെ കുടുംബത്തിൽ സൗഭാഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, സമ്പത്തുണ്ടാകാൻ വേണ്ടിയിട്ട്, സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു വ്രതം അനുഷ്ഠിക്കുക.
ഇനി ഞാൻ ഈ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വീണ്ടും തോന്നുകയാണെങ്കിൽ മെസ്സേജിൽ ചോദിച്ചോളൂ കേട്ടോ, നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.